Hello everyone, welcome to Juport Plus One. It's me, your Nafi. Yes, എല്ലാവർക്കും മക്കളെ സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ കിട്ടാത്തവർക്ക് ടെൻഷൻ അല്ല. അപ്പോൾ കിട്ടാത്തവർക്കുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിന് മുന്നേ നിങ്ങൾ ആദ്യം രണ്ട് കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒന്ന്, നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയോ ഇല്ലയോ. രണ്ടാമത്തേത്, നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിലാണോ ആഗ്രഹിച്ച സ്ട്രീമിനാണോ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയത്. അപ്പോൾ ഈ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടാത്തവർക്കുള്ള അടുത്ത ഓപ്ഷൻ തേർഡ് അലോട്ട്മെന്റ് ആണ്. നിലവിലെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച്, നിലവിലെ ഇതൊക്കെ അനുസരിച്ച് ജൂൺ 16 തിങ്കളാഴ്ച തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നതാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ശ്രദ്ധിക്കുന്നത്, ജൂൺ 16 തിങ്കളാഴ്ച തന്നെ എന്ത് വരും, തേർഡ് അലോട്ട്മെന്റ് വരുന്നതാണ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ തേർഡ് അലോട്ട്മെന്റ് ഡേറ്റ് ഓർത്ത് വെച്ചോ, ജൂൺ 16 തിങ്കളാഴ്ച. നിലവിലെ നോട്ടിഫിക്കേഷൻ അനുസരിച്ചാണ് ജൂൺ 16 തിങ്കളാഴ്ച. ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, അതിൽ ബാക്കോട്ടേക്ക് ഡേറ്റ് വന്നേക്കാം. അപ്പോൾ ഡേറ്റിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെ അറിയിക്കട്ടെ. അപ്പോൾ നിലവിലെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ജൂൺ 16 തിങ്കളാഴ്ചയാണ് നിങ്ങളുടെ തേർഡ് അലോട്ട്മെന്റ് വരിക. അപ്പോൾ ഈ സെക്കൻഡ് അലോട്ട്മെന്റ് സീറ്റ് കിട്ടാത്തവരൊന്നും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് ചിലപ്പോൾ തേർഡ് അലോട്ട്മെന്റ് എന്ത് കിട്ടിയേക്കാം, സീറ്റ് കിട്ടിയേക്കാം. അതേപോലെ സെക്കൻഡ് അലോട്ട്മെന്റിൽ ആഗ്രഹമില്ലാത്ത, താല്പര്യമില്ലാത്ത സ്കൂൾ കിട്ടിയ ഒരാളാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. തേർഡ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്തേക്കാം, ചിലപ്പോൾ സ്കൂൾ മാറി വന്നേക്കാം. ഇനി നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റ് സ്കൂൾ കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ജൂൺ 18 സ്കൂൾ തുറന്നതിന് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതുവരെ ആർക്കും, ഒരു സ്കൂളിൽ നിന്ന് അഡ്മിഷൻ കിട്ടാത്ത ആളുകൾക്കും ഇതുവരെ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്കുമുള്ള ഒരു ഓപ്ഷനാണ് എന്ത്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്. അത് സ്കൂൾ തുറന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുക, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ വരിക. അതായത് ഒരു ജൂൺ 18 ശേഷമൊക്കെ ആയിരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാവുക. അപ്പം തേർഡ് അലോട്ട്മെൻറ്റും സ്കൂൾ കിട്ടില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കണം. നിങ്ങൾക്ക് എന്തുണ്ട്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ട് ജൂൺ 18 ശേഷം. ജൂൺ 16 തേർഡ് അലോട്ട്മെൻറ്റ് വരാനുള്ള ചാൻസ്. ഈ തേർഡ് അലോട്ട്മെൻറ്റ് ഡേറ്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളെ കറക്റ്റായിട്ട് അറിയിക്കും. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, പേടിക്കേണ്ട. നമ്മളൊന്ന് കാത്തിരിക്കാൻ തയ്യാറാവാം. നമുക്ക് അറിയാം, നമുക്ക് നമ്മുടെ ലൈഫിൽ സക്സസ് എന്ന് പറയാം, നമ്മുടെ ലൈഫിൽ വിജയം എന്ന് പറയാം, നമ്മുടെ ലൈഫിൽ ആഗ്രഹിച്ച് നേടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് ഒറ്റയടി കിട്ടുന്നല്ല. അതിന് കുറച്ച് ടൈം എടുക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ ആഗ്രഹിച്ച കോഴ്സ് കിട്ടും. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അലോട്ട്മെൻറ്റ് ഒന്ന് ഇനിയും കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ ബാക്കിയുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, പേടിക്കേണ്ട. നിങ്ങൾക്ക് ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾ കുറച്ച് നേരം കാത്തിരിക്കുന്ന, കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അത് ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങളെ തേടി ബെസ്റ്റ് റിസൾട്ട് തന്നെ വരും. അപ്പോൾ ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്, തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കാം. മിക്കവാറും ജൂൺ 16 തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതിന് മുന്നേ ആണ് വരുന്നെങ്കിൽ നമ്മൾ ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് അറിയിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.